ചൂടുള്ള ചോറിലേക്ക് ഈ വറുത്തരച്ച മീൻകറിയുടെ ചാറൊന്നൊഴിച്ചു നോക്കൂ. ഒരു കഷ്ണം മീൻ കൂടെ കിട്ടിയാൽ പിന്നെ ഊണ് നിർത്താൻ തോന്നില്ല. ഇന്ന് നമുക്ക് തയ്യാറാക്കാം നാവിൽ വെള്ളമൂറിക്കുന്ന നാടൻ വറുത്തരച്ച മീൻകറി. ഈ കറിയിലേക്ക് ആദ്യം നമുക്ക് വറുത്തെടുക്കേണ്ട സാധനങ്ങൾ എന്തെല്ലാന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉലുവ എടുത്ത് ചൂടാക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോവാതിരിക്കാൻ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഉലുവ ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കാം. പൊടി ആയതുകൊണ്ട് തന്നെ ഇത് വറക്കുമ്പം നല്ലൊരു കുത്തലുണ്ടാവും. പൊടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചിരകിയ തേങ്ങ ഞാൻ ജാറിലിട്ടിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു നുള്ളെടുത്ത് അതിലേക്ക് ഇട്ടാൽ മതി. അധികം ജീരകത്തിൻ്റെ ചുവ ആവശ്യമില്ല. നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വറുത്തെടുത്ത ഈ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. മീൻ കറിയിലേക്ക് ആവശ്യമായ തക്കാളിയും 1 കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുത്ത് കറിയിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളം കുറച്ച് കുറവായത് കൊണ്ടാണ് വീണ്ടും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇത് നമ്മൾ ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറുകും. അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇനി അതിലേക്ക് ആവശ്യമായ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില ഞാൻ കുറച്ച് നല്ലപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി മീൻകറിയിലേക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കൊടംപുളി. ഇതൊരു 2 കൊടംപുളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കറിയിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറി നമുക്ക് തിളപ്പിച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. ആദ്യമേ മീൻ ഇട്ട് കൊടുക്കുമ്പം പെട്ടെന്ന് വെന്തടിഞ്ഞു പോവും. അതുകൊണ്ടാണ് മീൻ അരപ്പ് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത്. കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കറി വെക്കാൻ എടുത്തത് മത്തിയാണ്. ചെറിയ മീനായതുകൊണ്ടാണ് കഷ്ണമാക്കാതെ മുഴുവനോടെ ഇട്ട് കൊടുക്കുന്നത്. മീൻ ഏതായാലും ഇതുപോലെ കറി വെച്ചാൽ മീൻകറി അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി കേട്ടോ.
ഇനി ഇതിലേക്ക് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മീൻകറി. ഇന്നത്തെ വറുത്തരച്ച മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണേ. വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ എങ്ങനെയുണ്ടെന്ന് പറയാനും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല നാടൻ രുചിക്കൂട്ടുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.